നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറം മാള വാർഷിക യോഗം നടന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് തല ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ICDS, മാള സൈക്കോ സോഷ്യൽ സർവീസസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 110 രൂപയും പവന് 880 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 8610 രൂപയും പവന് 69,760 രൂപയുമായി. വാർത്തകൾ വിശദമായി. റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറം മാള വാർഷിക യോഗം നടന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ EP രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും എങ്ങനെയെങ്കിലും റിട്ടയർ ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകർ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റ് പല മേഖലകളിലും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട്, ജോലിയുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും റിട്ടയർ ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും റിട്ടയർ ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പല മേഖലകളും ഇന്നുണ്ട്. അത്രയേറെ സമ്മർദ്ദങ്ങളാണ് പല ജോലികളിലും ഇന്ന് അനുഭവിക്കുന്നത്. പക്ഷെ അധ്യാപകർക്ക് അത്തരത്തിലുള്ളൊരു, എനിക്കറിയില്ല കേട്ടോ ഇപ്പോഴത്തെ രീതിയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. മുമ്പത്തെ സമ്മർദ്ദങ്ങളുണ്ടാ ഇപ്പോ കുറച്ചുണ്ടല്ലേ? റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് PU വിൽസൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡോക്ടറേറ്റ് നേടിയ PM ആന്റണിയെ മാള മുൻ AO KC ജഗജീവൻ ആദരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ്, ബാലകൃഷ്ണൻ, TA ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ശിശുവികസന വകുപ്പ്, ICDS, മാള സൈക്കോ സോഷ്യൽ സർവീസസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാള ബ്ലോക്ക് തല ഏകദിന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ ഉദ്ഘാടനം ചെയ്തു. അതിന് മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇതുപോലെ നിങ്ങളുടെ ഭാവിയിലേക്ക് നമ്മൾ ചുരുക്കൂട്ടി വെക്കേണ്ടതായിട്ടുള്ള അറിവുകൾ സാമാജികമായിട്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ആമുഖം നമ്മുടെ അധ്യക്ഷസ്ഥാനത്തിലിരിക്കുന്ന ശ്രീ ജോസേട്ടൻ പറഞ്ഞതുപോലെ ലഹരി വളരെ ഗുരുതരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മുൻപെങ്ങും കേട്ടുപരിചയമില്ലാത്ത രീതിയിലേക്ക് ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം പ്രായവ്യത്യാസമില്ലാതെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ അവർ മുഴുവൻ ലഹരിയിലേക്ക് തിരിയുക, അതിന്റെ ഭാഗമായി കൊണ്ട് വലിയ അക്രമ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇനി അത്തരം ആളുകളിലേക്ക് മുതിർന്ന പൗരന്മാരായി വളർന്ന് ജീവിക്കാനിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PB ബിനോയ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ അധ്യക്ഷത വഹിച്ചു. ഷിജി യാക്കോബ്, സിൽവി സേവ്യർ, UA ജോർജ്, ബിന്ദു ഷാജു, സന്ധ്യ നൈസൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും. പടിയൂർ കാക്കാതിരുത്തിയിലാണ് 6 വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. 3 സെന്റ് വീതം ഭൂമിയിൽ തറയിൽ നിന്നും 5.5 അടിയോളം ഉയർത്തി പില്ലറും ബീമും സ്ഥാപിച്ചാണ് ഏകദേശം 60 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് 6 വീടുകൾ നിർമ്മിച്ചത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന NGOയുടെ സഹായവും പൊതുസമൂഹത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും ലഭിച്ചു. 600 സ്ക്വയർ ഫീറ്റിലാണ് ഓരോ വീടും പണിതിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് 4:30 ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിക്കും. പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള ചെയർമാൻ PI നൌഷാദ് അധ്യക്ഷത വഹിക്കും. ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ MK മുഹമ്മദ് അലി താക്കോൽദാനം നിർവഹിക്കും. മുൻ MP TN പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തും. ഷമീർ മുഹമ്മദ് മതിലകത്ത് വീട്ടിൽ വിശിഷ്ടാതിഥിയാകും. പടിയൂർ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, പീപ്പിൾ ഫൗണ്ടേഷൻ ഭാരവാഹികൾ എന്നിവർ സംബന്ധിക്കും. ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർക്ക് MES വെള്ളാങ്കല്ലൂർ യാത്രയപ്പ് നൽകി. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷബീർ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്കല്ലൂർ കരുപ്പെടുന്ന ഓണത്തുകുന്ന് മഹലിന്റെ കീഴിലുള്ള ഒരു വ്യക്തിയാണ് ബഷീർ. ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ബഷീർ MES മാത്രമല്ല, അതുപോലെ തന്നെ വടക്കുകര മഹലിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ബഷീർ എല്ലാവിധ സൽപ്രവർത്തികളിലും മുന്നിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ബഹുമാനായ താലൂക്ക് ട്രഷറാണ്. ഇപ്പോൾ
അവിടുത്തെ മടങ്ങാരം ഹജ്ജ് പ്രസിഡന്റ് ബദ്രാജിയുണ്ട്, അതുപോലെ ശംഷാജി മദ്രസയുടെയൊക്കെ സമസ്യയുടെയൊക്കെ നേതാവാണ്. അപ്പോൾ എന്തൊരു കാര്യത്തിനും മടങ്ങാരം ഹജ്ജിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വക്കത്തിനും ചെന്ന് കഴിഞ്ഞാലും ബഷീർ, ഞാനിത് പറഞ്ഞതല്ല, ഒരു മയ്യത്ത് മറവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ബഷീർ അവിടെ ഉണ്ടായിരിക്കും. കാരണം എത്ര തിരക്കുണ്ടെങ്കിലും ബഷീർ അത് ഓടിയെത്തി എല്ലാ ജനങ്ങളുടെ കൂടെ നന്മയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ബഷീർ പരിശുദ്ധമായ ഹജ്ജിന് പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സലീം അറക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ജമാൽ, അയ്യൂബ് കരുപ്പടന, ബഷീർ തോപ്പിൽ, നിസാർ മുറിപ്പറമ്പിൽ, അബ്ദുൽ സലാം, സുരാജ് ബാബു, അബ്ദുൽ ഹാജി, അൽ അർഹ അബൂബക്കർ, മജീദ് എടപ്പുളി, മുഹമ്മദ് അലി മാതിരിപ്പള്ളി, ഷംസു ഹാജി, ഹുസൈൻ ഹാജി, ബഷീർ തോപ്പിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 110 രൂപയും പവന് 850 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 8610 രൂപയും പവന് 69,760 രൂപയുമായി. കഴിഞ്ഞ ദിവസം ഗ്രാമിന് 195 രൂപയും പവന് 1560 രൂപയും കുറഞ്ഞിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറം മാള വാർഷിക യോഗം നടന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് തല ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ICDS, മാള സൈക്കോ സോഷ്യൽ സർവീസസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 110 രൂപയും പവന് 880 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 8610 രൂപയും പവന് 69,760 രൂപയുമായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.